CHR ഭൂമി വനമായി റിസർവ് ചെയ്തിട്ടുള്ള യാതൊരു പ്രഖ്യാപനങ്ങളും നാളിതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. 2,65,000 ഏക്കറിൽ 15,720 ഏക്കർ മാത്രമാണ് വനമായി പരിഗണിച്ചിട്ടുള്ളൂ എന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ അവസാനം കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. 2,65,000 വരുന്ന ഏക്കറിൽ 15,720 ഏക്കർ മാത്രമാണ് ഫോറസ്റ്റായി പരിഗണിച്ചിട്ടുള്ളൂ. ഗവൺമെന്റ് നിലപാട് തന്നെയാണ് പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ അവസാനം കൊടുത്ത അഫിഡവിറ്റിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത അഫിഡവിറ്റ് ഒന്നും തമ്മിൽ വ്യത്യാസമാണ്. ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൊടുക്കുന്ന അഫിഡവിറ്റുകൾ തമ്മിൽ എത്രമാത്രം മാറ്റം വന്നാലും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി റെപ്രസെന്റ് ചെയ്തത് ചീഫ് സെക്രട്ടറി ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് വളരെ ക്ലിയറാണ്. അതിന്മേൽ വാദം പറയുന്ന സ്ഥിതി നിലനിൽക്കുമ്പോഴും അതിൽ നമുക്ക് വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്നാൽ പിന്നെ യാതൊരു പ്രൊസീജിയറിന്റെ പേരിൽ പട്ടയങ്ങളിലേക്ക് ഒരു തടസ്സപ്പെട്ടി. ഇവിടെ 93 നമ്മൾ വനം ഭേദഗതി കൊണ്ടുവന്ന് കൊടുത്ത പട്ടയങ്ങളും 60,000 തൊട്ട് തുറന്നു വരുന്ന പട്ടയങ്ങളും എല്ലാം നമുക്ക് നിലനിൽക്കുകയാണ്. ഇത് കൂടാതെ വിവിധങ്ങളായ പട്ടയങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. ഇതാണ് കാർഷികമായ മേഖലയിൽ കർഷകരുടെ കൈവശമിരിക്കുന്ന ഭൂമിയെ സംബന്ധിച്ചിടത്തുള്ള പ്രശ്നങ്ങൾ. അതിൻ്റെ ഇടക്കാട് ഉത്തരവിലൂടെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ പട്ടയ നടപടിയും തടസ്സപ്പെടുത്താനായിട്ട് ശ്രമമുണ്ടായി. അതും നമുക്ക് വെക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഈ കഴിഞ്ഞ ഒരു ഘട്ടം കൊണ്ട് തന്നെ അതാണ് ഈ കഴിഞ്ഞ 7,000-8,000 പട്ടയം നമുക്ക് ഈ കാലയളവിൽ കൊടുക്കാൻ കഴിഞ്ഞു. ഈ ഗവൺമെന്റ് കാലയളവിൽ ഇനി 10,000 നമുക്ക് കൊടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്.